എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഓരോ വീഡിയോസും നോക്കിയാൽ അറിയാം, അതിലെ കമന്റുകളിലെല്ലാം തന്നെ പറയുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് മാല കിട്ടിയോ എന്നുള്ളതാണ്. മാല ഈ നിമിഷം വരെ നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ എവിടെ വെച്ചാണോ കിട്ടുന്നത് അവിടെ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കും. എന്നോട് ആരോഗ്യ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി മാല കിട്ടിയ അപ്പം തന്നെ വീഡിയോ ഇടണേ, ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ് അത് കിട്ടണത്, ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഈശ്വരനോട് പ്രാർത്ഥിച്ച് വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് നമ്മളെ കയ്യിൽ എത്തിച്ചേർന്ന അപ്പം തന്നെ ഞാൻ വീഡിയോസിലൂടെ നിങ്ങളെ അറിയിക്കും കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ എനിക്ക് സന്തോഷമാണോ തരുന്നത് സങ്കടമാണോ തരുന്നതെന്ന് എനിക്കറിയില്ല. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, അതിൻ്റെ രണ്ടിനും കാരണങ്ങളും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥനകളും നേർച്ചയും വഴിപാടുമായിട്ട് നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ സങ്കടം എന്ന് പറയുന്നത് ഞങ്ങളൊരു ഫാമിലി മാത്രമല്ല, ഒരു ലക്ഷക്കണക്കിന് ഫാമിലി ഈ ഒരു കാര്യത്തിൽ വിഷമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ നിമിഷവും അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മളെ ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോഴേ നമ്മളുടെ മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഓരോ വീഡിയോസും വരുമ്പോൾ വെയിറ്റിംഗ് ആണ്, മാല കിട്ടിയെന്നൊക്കെ പറഞ്ഞും കൊണ്ടുള്ള വീഡിയോ ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ മാത്രമല്ല ഇതിന് വേണ്ടി ഇങ്ങനെ എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സും വിഷമിപ്പിച്ചു അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു കാരണം ഞങ്ങളിലൂടെ ആയില്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ ഒരു കമൻറ്റ് കൊടുക്കാം, ആ കമൻറ്റിന് റിപ്ലൈ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു കമൻറ്റിൽ പറയുന്നുണ്ട്, നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ, എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യം നടന്നാൽ നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് പ്രതികരിക്കും അല്ലേ. ഇപ്പോൾ ഒരു പീഡനോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഓ അവനെയൊക്കെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്ത് പണിയാണ് അവൻ ചെയ്തതെന്നൊക്കെ ഞാൻ പല കാര്യങ്ങളിലൂടെ ന്യൂസൊക്കെ കാണുമ്പോൾ ഈശ്വര എന്തൊരു അക്രമമാണ് അങ്ങനെയൊക്കെയുള്ളതിൽ ഞാനിവിടെ ഇരുന്ന് പറയാറുണ്ട്. അപ്പോൾ ചേട്ടനൊക്കെ എൻ്റെ അടുത്ത് പറയും, നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം, നീ അല്ലെങ്കിൽ ഇതിന് അതാലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ മാളയിലൊരു കേസ് ഉണ്ടായിരുന്നു, ഒരു ആൺകുട്ടീനെ, ചെറിയൊരു കൊച്ചിനെ ഒരു ആണ് തന്നെ കൊന്നൊരു സംഭവം, കൊന്ന് കുളത്തിലിടെ അങ്ങനെ എന്തോ സംഭവം ഇപ്പം അടുത്തുണ്ടായതായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ന്യൂസിലാണെങ്കിൽ ഇവിടെ ചേട്ടൻ മാളെല്ലാം വർക്ക് ചെയ്യുന്നത് കാരണമാണ് ചേട്ടൻ പറഞ്ഞിട്ട് എനിക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് അയ്യോ അവനൊക്കെ എന്തിട്ട് ചെയ്യേണ്ട അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് പ്രതികരിക്കും അല്ലേ. അപ്പം അതുപോലെ എനിക്ക് കമൻറ്റിൽ വന്നൊരു കാര്യമായിരുന്നു, ഞങ്ങൾ കമൻസിലൂടെ ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ട്, ഇതാരാണെങ്കിലും അവരെ കണ്ടുപിടിക്കണം, ഞങ്ങൾക്കും ഒന്ന് വീഡിയോയിൽ പ്രതികരിക്കാനുള്ള ഒരു അവസരം സ്വാതി ഉണ്ടാക്കി തരുമോ എന്നെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ലക്ഷക്കണക്കിന് ആളുകളെ കോണ്ടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരോട് വീഡിയോസ് അതൊക്കെ നമുക്ക് സാധിക്കില്ല. പക്ഷേ എനിക്ക് അറിയുന്ന സർക്കിളിലുള്ള കുറച്ച് ആളുകളുണ്ട്, അപ്പോൾ അവരുടെ എല്ലാം പ്രതികരണമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ കമൻസിലൂടെ താഴെ അറിയിക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത്രയും സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ ആശ്വാസം, ആ രണ്ട് വാക്ക് പറയുമ്പോൾ, ഒരു ശാപവാക്കാണെങ്കിലും പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസം. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആരാണെങ്കിലും അവർ ഗതി പിടിക്കില്ല അങ്ങനെ, അതിപ്പോൾ നമ്മൾ ആരാണെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവരും കൂടെ അതിന് പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോടൊപ്പം അവരുണ്ടെന്നുള്ളത് എനിക്ക് വലിയൊരു ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെയാണ്. ഈ ഒരു സംഭവം നമ്മുടെ കയ്യിൽ തിരിച്ച് കിട്ടുന്നുള്ളത് ഈ നിമിഷം വരെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. വൈകാതെ തന്നെ 19-ാം തീയതി കണ്ണൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ, ഏപ്രിൽ 19-ാം തീയതി. മെയ് 5-നാണ് നക്ഷത്രം വരുന്നത്. ഒരു ഏപ്രിൽ 19-നുള്ളിൽ തന്നെ ഈ സാധനം നമ്മുടെ കയ്യിൽ തിരിച്ചു കിട്ടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് ആളുകൾ എന്താ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും മാല മോഷ്ടിക്കാൻ പറ്റില്ല. കാരണം ആ കൊച്ച് ഇരിക്കൂല, നിൽക്കൂല, അതിന് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു കൊച്ചിന്റെ മാല മോഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോ ആയിക്കോട്ടെ, ആ എടുത്ത ആള് വളരെ മോശമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ കാലത്ത് ഇത്രയും വയ്യാത്ത കുട്ടിയുടെ മാല മോഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആരെടുത്തോ ആയിക്കോട്ടെ, അത് ദൈവം ഡെഫിനറ്റ്ലി അയാൾക്ക് അതിൻ്റെ ഒരു ശിക്ഷ കൊടുത്തിരിക്കും. അയാൾ ചെയ്യേണ്ട കാര്യം ആ കുട്ടിയെ ആലോചിച്ചിട്ട് ആ മാല തിരിച്ചുകൊണ്ട് അവരെ ഏൽപ്പിക്കുക, മാപ്പ് പറഞ്ഞ് ഏൽപ്പിക്കുക. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിന്ന് കിട്ടുന്ന ശിക്ഷ ചെറുതായിരിക്കില്ല, വലുതായിരിക്കും. ആ കുട്ടിക്ക് പറയാൻ അറിയില്ല. ആ കുട്ടി ചിലപ്പോൾ കഴുത്തിൽ കിടക്കുന്ന മാലയായിരിക്കും ആ കുട്ടിയുടെ സന്തോഷം. ആ കുട്ടിയെ ഈ രീതിയിൽ അവരുടെ മാതാപിതാക്കൾ, അതായത് സ്വാതിയും അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡും ആ കൊച്ചിനെ നോക്കുന്ന ഓരോ പ്രവൃത്തി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് അത്രയും വളരെയേറെ നമ്മൾ ആ കുട്ടിയെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നതാണ്. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിലും ആ കുട്ടിക്ക് മനസ്സിലാവും
എന്റെ മാല മോഷണം പോയി എന്ന് ആ കുട്ടിക്ക് മനസ്സിലാവും. അത് ദൈവത്തിന്റെ കുട്ടിയാണ്. പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ മാല പോയിരിക്കുന്നത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ മാനേജ്മെന്റിനുണ്ട്. അവരതിന്റെ എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ അവരതിന്റെ കാര്യങ്ങളെടുത്ത് അത് തിരിച്ച് അവരെ ഏൽപ്പിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റലിലെ സൈഡിൽ നിന്ന് കാണിക്കണം. ഇവർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്, CCTV ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള എത്രയും പെട്ടെന്ന് ആ നടപടിയെടുത്ത് ആ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ആ മാല തിരിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ജനങ്ങൾ ഇത്രയും തരം താഴ്ന്നു പോയോ? ഒരു CT സ്കാൻ എടുക്കാൻ പോയ സമയത്ത് റൂമിൽ കയറി മാല മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയൊരു തെറ്റാണ്. അദ്ദേഹത്തിന് ആ മാല ആരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അയാൾക്ക് വീട്ടിൽ കിടന്ന ഉറക്കം വരുമോ? ഈ വയ്യാത്ത കുട്ടിയുടെ മാല മോഷ്ടിച്ചിട്ടാണോ ജീവിക്കേണ്ടത്? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തെറ്റു പറഞ്ഞ് ആ മാല തിരിച്ചു കൊടുക്കണം. അതാണ് ആ എടുത്ത ആള് ചെയ്യേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ 12 വയസ്സുള്ള ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഒരു കുട്ടി ട്രീറ്റ്മെൻറ്റിന് ചെന്നു. ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോയപ്പോൾ സ്വന്തം റൂമിൽ വെച്ചിരിക്കുന്ന ബാഗിൽ നിന്നും 3.5 പവൻ മാല മോഷണം പോയി. പക്ഷേ ഡിസേബിൾ ആയിട്ടുള്ള ആ കുഞ്ഞിനെ ഒന്ന് നേരിട്ട് കണ്ടാൽ ഒരാളും ആ കുഞ്ഞിൻ്റെ മാല മോഷ്ടിക്കത്തില്ല. എന്തു മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നവരും. CCTV നോക്കിയിട്ടുണ്ട്, ആരൊക്കെ ചെന്നു എന്ന് അന്വേഷിക്കുന്നുണ്ട് പോലീസുകാർ. പക്ഷേ അതെടുത്ത ആരായാലും ഒരു വ്യക്തി എടുക്കാതിരിക്കില്ലല്ലോ. ആ കുഞ്ഞിന് സംസാരിക്കാൻ പറ്റത്തില്ല, ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ, കരയാനും ചിരിക്കാനും. തീർച്ചയായിട്ടും ഈ മാല മോഷണം പോയത് അമ്മ അച്ഛൻ എല്ലാം സംസാരിക്കുമ്പോൾ ആ കുട്ടിക്കത് മനസ്സിലാകും. ആ കുട്ടിയുടെ ഹൃദയവേദന ഇതെടുത്ത ആരായാലും അവരുടെ ത്രിമൂർത്തിയിൽ പതിഞ്ഞിരിക്കും, ഒരു സംശയം വേണ്ട. ഭഗവാൻ നിങ്ങൾക്ക് ശിക്ഷ നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ആ കുഞ്ഞിന് ഉള്ള എന്തെല്ലാം സന്തോഷങ്ങൾ കൊടുക്കാൻ പറ്റുമോ ആ അമ്മ പാട്ടും പാടി ആ കുട്ടിയെ നോക്കുന്നത് കണ്ടാൽ ഒരാളും ആ കുഞ്ഞിൻ്റെ ഒരു സാധനവും നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയല്ലാതെ മോഷ്ടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ശിക്ഷ വാങ്ങുന്നതിന് മുന്നേ ആ കുഞ്ഞിൻ്റെ മാല തിരിച്ചു കൊടുക്കാൻ മനസ്സുണ്ടായാൽ അവർക്ക് നല്ലത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി ആജീവനാന്തം ദുഃഖിക്കേണ്ടി വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ പേര് സുരേഷ് വിയർ. 21 വിഭാഗം ഭിന്നശേഷിക്കാരും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കളും അംഗങ്ങളായ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ഭിന്നശേഷി സംഘടനയായ വോയിസ് ഓഫ് ഡിസേബിളിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ് ഞാൻ. ജില്ലാ ഘടകത്തിൻ്റെ വൈസ് പ്രസിഡന്റായ ശ്രീമതി സ്വാതി അനിലിന് നേരിട്ടൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, അവരുടെ മകൻ 12 വയസ്സുള്ള നമ്മളെല്ലാവരും കണ്ണൻകുട്ടി എന്ന് വിളിക്കുന്ന അനിൽ എന്ന കുട്ടിക്ക് സെൻട്രൽ ഭാഷ എന്ന അവസ്ഥയിലാണ്. അപ്പോൾ ആ കുട്ടിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് സുഖമില്ലാതാവുകയും തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അവിടെ വെച്ച് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനനുസരിച്ച് ഞാൻ ചെയ്യാൻ പോവുകയുണ്ടായി. അപ്പോൾ വർഷങ്ങളായി ആ കുട്ടി ധരിച്ചിരുന്ന ആഭരണങ്ങൾ 3 പവനിലധികം വരുന്ന ആഭരണങ്ങൾ ഊരി പേഴ്സിലാക്കി ബാഗിലാക്കി ആ ഹോസ്പിറ്റലിലെ റൂമിൽ റൂം എടുത്താണ് ചെയ്തിരുന്നത്. ആ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. റൂം പൂട്ടാനായിട്ട് ചോദിച്ചപ്പോൾ നഴ്സിംഗ് സ്റ്റാഫ് പറഞ്ഞത് പൂട്ടാൻ പറ്റില്ല, പൂട്ടണ്ടെന്നാണ് പറഞ്ഞത്. അവർ ഇൻഫോം ചെയ്തിട്ടാണ് പോയത്. സ്കാനൊക്കെ എടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ സ്വർണ്ണം നഷ്ടപ്പെട്ടു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ശ്രീമതി സ്വാതി അനിൽ ആ ഹോസ്പിറ്റൽ ഭരണ സംവിധാനത്തിനും പോലീസിനും കേസ് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ CCTV കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ 10-ൽ താഴെ വിരലിലെണ്ണാവുന്നോളം വ്യക്തികളിലേക്ക് അന്വേഷണം ചുരുങ്ങുകയുണ്ടായി. ഞാൻ അവിടെ പറഞ്ഞു വന്നത്, ഈ സ്വർണം നഷ്ടപ്പെട്ട് ഇത്ര നാളായി, ആ കേസ് നടന്ന് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് പാടില്ല. നമ്മുടെ ഒരു കുട്ടി, ആ കുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത്
വെറും നിലവിലെ മാർക്കറ്റ് മൂല്യങ്ങളല്ല, അതിലുപരി ആ ശ്രീമതി സ്വാതി ആയാലും ആ കുട്ടിയുടെ അച്ഛൻ അനിലായാലും അവരുടെ കുട്ടിയുടെ കൊച്ചനിയത്തി ആയാലും അവരുടെ ലോകം ആ കുട്ടിയാണ്. ആ കുട്ടിക്ക് അവർ വർഷങ്ങളായിട്ട് ആ കുട്ടിയെ അണിയിച്ചിരുന്ന ഒരു സ്വത്താണ് അത് ആഭരണം. അത് നഷ്ടപ്പെടുന്നത് വൈകാരികമായ ഫീലിങ്സ് അവരുടെ കുടുംബത്തിനുണ്ട്. എത്രയായാലും ആ കുട്ടിയെ അണിയിച്ചൊരുക്കി കാണാനാണ് അവർ ജീവിതം സമർപ്പിക്കപ്പെട്ടതാണ്. അപ്പം അത് നഷ്ടപ്പെടുമ്പോൾ അതിന് അത്യധികം മാനസിക വേദനയുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അതിലുപരി ആ ആഭരണങ്ങൾ നഷ്ടപ്പെടാതെ അതേ ആഭരണങ്ങൾ തന്നെ തിരിച്ച് ആ കുട്ടിക്ക് നൽകേണ്ടതാണ്. പാരമ്പര്യമുള്ള തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് വെച്ചാണ് ഇത്തരം ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി എന്നുള്ളത് വളരെയധികം നിരാശപ്പെടുത്തുന്നതാണ്. ആ ഹോസ്പിറ്റലിനെയും ഹോസ്പിറ്റൽ അധികാരികളെയും സാധാരണക്കാരെയും നിരാശപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് ഞങ്ങളിതിനെ വിലയിരുത്തുന്നത്. നല്ല ഗുഡ് ട്രാക്കുള്ള കേരള പോലീസ്, തൃശ്ശൂർ പോലീസ് ഇതിലെത്രയും പെട്ടെന്ന് ഒരു കാര്യങ്ങൾ കണ്ടെത്തണമെന്നും അവർക്ക് നഷ്ടപ്പെട്ട ആ സ്വർണം തന്നെ വീണ്ടെടുത്ത് നൽകണമെന്നും ഞങ്ങൾ വോയിസ് ഓഫ് ഡിസേബിളിൻ്റെ പേരിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിയമവും സംവിധാനങ്ങളും അതിശക്തമായി മാനുഷിക പരിഗണനയും നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് കുറ്റവാളികളിൽ നിന്ന് ഈ സ്വർണം വീണ്ടെടുത്ത് നൽകണമെന്ന് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും. എൻ്റെ പേര് ബിനു പോലോസ്, ഞാൻ കൊല്ലം സ്വദേശിയാണ്. അത്യന്തം വേദന ഉളവാക്കുന്നതും സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന സംഭവമാണ് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെ കണ്ണൻകുട്ടിയുടെ സ്വർണ്ണമാല മോഷണം പോയത്. കഴിഞ്ഞ മാർച്ച് 23 നടന്ന സംഭവത്തിൽ നാളിതുവരെയായിട്ടും കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയാത്തത് യഥാർത്ഥ കുറ്റവാളി നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിൽപ്പെട്ട അധികാരികൾ അന്വേഷണം ഊർജിതമാക്കി യഥാർത്ഥ പ്രതിയെ എത്രയും പെട്ടെന്ന് കാലതാമസം കൂടാതെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അറിയിക്കുന്നു. കണ്ണമോൻ്റെ മാല മോഷണം പോയത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത കുഞ്ഞിൻ്റെ മാല ആ ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് തന്നെ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മുറിയിൽ ഊരിവെച്ച മാലയാണ് കളഞ്ഞു പോയത്, അല്ലാതെ കുഞ്ഞിൻ്റെ കഴുത്തിൽ നിന്ന് ആരും മോഷ്ടിച്ചു കൊണ്ടുപോയതല്ല. അവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒന്നും കയറിയിറങ്ങാൻ ഒരു താല്പര്യവുമില്ല. ദയവായി ആ മാല തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെയും കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെയും അതിനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് അമ്മമാരുടെയും ശാപം നിന്നു പുലരും. ദയവായി ആ മാല തിരിച്ചു കൊടുക്കണം. അതിന് അത്രമേൽ പ്രിയപ്പെട്ടതാണ് ആ മാല. അതുകൊണ്ടാണ് എത്ര കഷ്ടതകൾ വന്നിട്ടും സ്വാതിയും കുടുംബവും ആ മാല എടുക്കാതെ. கண்ணன்குட்டியோட ஃபாலோவர் பேசுகிறேன். அவர் இப்போ ரீசெண்டாக திருச்சூரில் இருக்கிற ஜூப்ளி மிஷன் ஹாஸ்பிட்டலுக்கு வந்து ட்ரீட்மெண்ட் எடுக்க போயிருந்திருக்காரு. அப்போ அவரோட செயின் திருட்டு போயிருந்திருக்கு. அவர் ஒரு குழந்தைக்கு சிரிக்க மட்டும்தான் தெரியும். அந்த குழந்தைக்கு அந்த குழந்தையோட செயினை எடுக்கிறதுக்கு அவங்களுக்கு எப்படி மனசு வந்ததுன்னு எனக்கு தெரியலை. யார் எடுத்திருந்தாலும் தயவு செய்து திருப்பி கொடுத்துருங்க. போலீஸ்க்கு ஒரு பெரிய ரெக்வெஸ்ட், அந்த செயினை திரும்ப கண்டுபிடிக்கிறதுக்கு எந்த அளவுக்கு உங்களால் சப்போர்ட் பண்ண முடியுமோ அந்த அளவுக்கு சப்போர்ட் பண்ணுங்க. அவரோட செயின் திரும்ப கிடைச்சிடணும். கண்டிப்பாக கிடைக்கும். யார் எடுத்திருந்தாலும் தயவு செய்து திரும்ப கொடுங்க. இது எங்களோட எல்லாத்தோடைய தாழ்மையான வேண்டுகோள். அவருக்கு சீக்கிரம் அந்த செயின் கிடைக்கணும். പ്ലീസ് யார் എടുത്തിരുന്നാലും திரும்ப കൊടുത്തുരുங்க. കണ്ണൻ്റെ മാല പോയി എന്നുള്ള വിവരം പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യം യൂട്യൂബ് ചാനലിൽ കൂടിയാണ് ഇവരെ പരിചയം, പിന്നെ നേരിട്ട് പോയി അവരെല്ലാവരെയും കണ്ടു. സ്വാതിയൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മോനെ നോക്കുന്നത്. ആ വീട്ടിലെല്ലാവരും അതെ, വളരെ നല്ല ആൾക്കാർ. എങ്ങനെയെങ്കിലും അവരുടെ മാലയൊന്ന് തിരിച്ചു കിട്ടിയാൽ മതി. ആ മോൻ്റെ ചിരി സ്ഥിരം യൂട്യൂബ് ചാനൽ കാണുന്നവർക്കറിയാം. അത്രയും ആ കണ്ണനോട് നമുക്ക് അടുപ്പം തോന്നും. വയ്യാത്തൊരു കുട്ടിയാണ്. അവരുടെ മാല ഒന്ന് വേഗം തിരിച്ചു കിട്ടണം. പരാതിയോ പ്രാർത്ഥനയോ പരിഭവം എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിനെന്തായാലും ആ മോൻ്റെ മാല കിട്ടട്ടെ. ഇപ്പോൾ കണ്ണമോൻ്റെ മാല നഷ്ടപ്പെട്ടിട്ട്
ഇതുവരെ അത് തിരിച്ചു കിട്ടിയിട്ടില്ല. പോലീസിൽ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, എളുപ്പം പ്രതിനെ കിട്ടും, CCTV വഴി നോക്കിയിട്ട് സംശയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പൊട്ടബുദ്ധി എന്ന് പറയാനില്ല, ക്രിമിനൽ സ്വഭാവമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്തുള്ള ഒരു ഇതിൽ ചെയ്തു പോയിട്ടാണെങ്കിൽ തിരിച്ചു തരാനുള്ള മനസ്സുണ്ടെങ്കിലും ഉള്ളത് വിചാരിച്ച് നമ്മൾ അഡ്രസ്സ് വരെ ഇട്ട് കൊടുത്തിട്ട് ഇതുവരെ ഒരു ഇതായിട്ടില്ല. അത് അനുഭവിക്കും, എന്താണെങ്കിലും അനുഭവിച്ചേ തീരുള്ളൂ. അത്രയേറെ വഴിപാടൊക്കെ ആയിട്ടാണ് നമ്മൾ നീങ്ങുന്നത്. അത് നടക്കും. ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് അത് ഉറപ്പായിട്ട് അത് കിട്ടിയിരിക്കും, പണി കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. ഒരുപാട് അമ്മമാർ സപ്പോർട്ട് ചെയ്യണം. വെച്ചാൽ സ്വാധീനം ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ്. ജീവിക്കാൻ വേണ്ടി അത് എന്തോരം കഷ്ടപ്പെടണമെന്ന് അറിയാം, എന്തോരം നെഗറ്റീവിലൂടെ അതൊക്കെ തരണം ചെയ്ത് നെഗറ്റീവ് കമൻസ് നോക്കാതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇട്ടപ്പോൾ അതിലും ഒരുപാട് നെഗറ്റീവ് വന്നു. ഇതൊന്നും സ്വാധീനം അറിയാവുന്നവർക്കറിയാം ഇതിൻ്റെ എല്ലാ സത്യാവസ്ഥകളും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അമ്മമാരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇനി പോലീസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിനൊരു ഇതുമില്ല, മാക്സിമം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും. അതല്ല, നിങ്ങൾക്ക് പശ്ചാത്താപമൊന്നും തോന്നുന്നില്ല, മനസാക്ഷിയുള്ളവർ ചെയ്യണ പ്രവൃത്തിയല്ല ചെയ്തത്. പശ്ചാത്താപം തോന്നി ഇടാൻ പറ്റുമെങ്കിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരിൽ ഒരാളാണ് ഞാൻ. കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ സങ്കടകരമായിട്ടുള്ള, വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് അവൻ്റെ പ്രിയപ്പെട്ടതായിരുന്ന ആ മാല അതെടുക്കാൻ എങ്ങനെ മനസ്സ് തോന്നും? മനുഷ്യകുലത്തിൽ പിറന്ന ഒരാൾക്ക് പോലും അത് സാധിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ എടുത്തവരാരായാലും മനുഷ്യരല്ല. പക്ഷെ നിങ്ങളൊന്നും ഓർത്തു, അവന് പ്രിയപ്പെട്ടതായിരുന്ന അവൻ്റെ ആ മാല അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ മുച്ചൂടും മുടിഞ്ഞു പോകത്തേ ഉള്ളൂ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ തലമുറകളായിട്ട്. കാരണം അത്രയും പാവപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു, ഒരു പാവപ്പെട്ട കുഞ്ഞ. അവൻ അത്രയും പ്രിയപ്പെട്ടതാ. നിങ്ങൾക്കതിൻ്റെ വില എന്നാന്ന് മനസ്സിലാവില്ല. നിങ്ങൾക്കൊരു പക്ഷേ അതൊരു 3 പവൻ്റെ സ്വർണ്ണമായിരിക്കാം, വെറും ഒരു 3 ലക്ഷം രൂപയായിരിക്കാം, അല്ല എങ്കിൽ അതിനേക്കാൾ കൂടുതൽ. പക്ഷെ അവൻ അതിനേക്കാളും വിലപ്പെട്ടതാണത്. അവൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന, അവനത് ഇട്ട് കൊടുക്കുമ്പോഴുള്ള സന്തോഷം അത് ഞങ്ങൾക്കെല്ലാവർക്കും, അവനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാ. അതുകൊണ്ട് മാത്രമാണ് അത് അവൻ്റെ കഴുത്തിൽ നിന്ന് ഒരിക്കൽ പോലും അത് അഴിച്ചു വെക്കാതിരുന്നതും. അതുകൊണ്ട് പറയാ, ആരാണേലും അതെടുത്ത് ആരായാലും അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ദൈവം നിങ്ങളെ ശിക്ഷിക്കും, ഷുവറായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവണമെന്നാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. എവിടെയാണെങ്കിലും അത് കണ്ടെത്തി ആ കുഞ്ഞിൻ്റെ കൈകളിൽ കൊടുക്കുക. അവൻ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളേ ഉള്ളൂ. അവൻ സന്തോഷിച്ചോട്ടെ. ദയവ് ചെയ്ത് നിങ്ങളത് തിരിച്ചു കൊടുക്കുക. ഞാൻ നീതു, തൃശ്ശൂർ ജില്ല. നമുക്കെല്ലാവർക്കും ഒരുപാട് വിഷമമുള്ള കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മകൻ്റെ മാല തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വെച്ച് നഷ്ടപ്പെട്ടു. CT സ്കാൻ ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി മാല ഒരു റൂമിൽ വെച്ചതാണ്. CT സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ സ്വാതി ചോദിച്ചതാണ് താക്കോല്. അന്ന് ഡ്യൂട്ടിയുള്ള സിസ്റ്റർമാരും താക്കോല് കൊടുത്തില്ല. കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്ന ഒരൊറ്റ ഉറപ്പിന് മുകളാണ് സ്വാതി മോനെയും കൊണ്ട് പോയത്. പിറ്റേ ദിവസം നമ്മൾ ബാഗ് ചെക്ക് ചെയ്യുന്നത്, അതിൽ മാലയില്ല. അപ്പോൾ അതിനെന്നെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവർ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്ന പോലെ. സ്റ്റേഷനിൽ പോയി ഞങ്ങൾ പരാതി കൊടുത്തു, PROക്ക് പരാതി കൊടുത്തു. നമ്മൾ CCTV നോക്കി, അതിൽ വ്യക്തമായി എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. നമ്മളത് സാറുമാരോടും PROയോടും റിപ്പോർട്ട് ചെയ്തു. ആരാണോ മാല എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആ മാല കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല, നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവൂ. ആ മാല കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ പോകും. നിങ്ങളായിട്ട് ആ മാല കൊണ്ടുവന്ന് തരാണെങ്കിൽ ഞങ്ങൾ ഒരു പരാതിക്കും പോകാൻ തയ്യാറല്ല. അല്ലെങ്കിൽ ഞങ്ങളായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് നിയമക്കുരുക്കുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് ഉറപ്പാണ്. ഞങ്ങളുടെ മകൻ സന്തോഷമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ, ഞങ്ങൾ അമ്മമാരായ ആൾക്കാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അവൻ്റെ കൊച്ചു സന്തോഷങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ഏതറ്റം വരെ പോകാൻ തയ്യാറുമാണ്. കൃത്യമായി പ്ലാനിങ് തന്നെയാണ് ആ സ്വർണം പോകാൻ കാരണം. അതെനിക്ക് നല്ല ഉറപ്പാണ്. കാരണം സിസ്റ്റർമാരൊന്നും താക്കോൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്വർണം പോവില്ല. അത് താക്കോൽ കൊടുത്തില്ല. ആരാണ് അതിനുള്ളിൽ പോയെന്നൊക്കെ നമുക്ക് കൃത്യമായി നമ്മൾ കണ്ടതാണ്, അറിഞ്ഞതാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആ മാല എത്രയും പെട്ടെന്ന് കൊടുക്കുക.
ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നടപടികൾ നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അത് ഉറപ്പാണ്. അത് കിട്ടാൻ വേണ്ടി ഏത് അറ്റം വരെ ഞങ്ങൾ പോകാൻ ഞങ്ങൾ തയ്യാറുമാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സഫീന, ആലപ്പുഴയിൽ നിന്നാണ്. കണ്ണൻകുട്ടിയുടെ മാല ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് 23-ാം തീയതി മോഷണം പോയിരുന്നു. ഈസ്റ്റ് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പ്രതിപ്പട്ടികയിൽ ഒരുപാട് പേരൊന്നും ഇല്ലെന്ന് തന്നെയാണ് അറിവ്. പോലീസ് എന്തായാലും കേസ് അന്വേഷണം തുടരുകയാണ്. അത് ആരെടുത്താലും അത് ഉപകാരപ്പെടാൻ പോകുന്നില്ല. അത് തീർച്ചയായ കാര്യമാണ്. ക്രിമിനൽ മൈൻഡ് ഉള്ളവർ തന്നെയാണ്. എന്തായാലും അവർക്കോ അവരുടെ തലമുറക്കോ അത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. ഈശ്വരനിൽ വിശ്വസിക്കുന്നവർക്ക് അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ മാല എടുത്തത് കൊണ്ട് എന്താണ് അവർക്ക് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ അതുകൊണ്ട് അവർ എത്രത്തോളം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം ആ അമ്മയും കുഞ്ഞും വേദനിക്കുന്നുണ്ട്. അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മാലയായിരുന്നു അവൻ്റെത്. അത് അറിയുന്നവർക്കേ അറിയും. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെയാണ് ആ മാല അങ്ങനെ അഴിച്ചു വെക്കാൻ അവൻ സമ്മതിക്കാറില്ല. ഇത് CT സ്കാനിന് പോകുന്ന സമയത്ത് റൂമിൽ പേഴ്സിൽ ഊരി വെച്ച മാലയാണ് നഷ്ടമായിരിക്കുന്നത്. അത് കരുതിക്കൂട്ടിയുള്ളൊരു മോഷണം തന്നെയാണ്. എന്തായാലും പോലീസ് അത് കണ്ടെത്തി തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നും ഷൈമ. എനിക്ക് കണ്ണമോനെയും സ്വാതിയെയും പേഴ്സണലി അറിയാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ മോൻ്റെ ഒരു മാല ജൂബിലി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കളവ് പോയി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരള പോലീസ് നല്ല രീതിയിൽ തന്നെ ഇത് മുൻകൈ എടുത്തിട്ട് മോൻ്റെ മാല നേടിക്കൊടുക്കാനുള്ള കടമകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ കാലതാമസം വരുന്തോറും ഒരു ഉൾഭയമുണ്ട്, അതിനൊരു മാറ്റം വരുമോ എന്നുള്ള കാര്യത്തിൽ, അതായത് ഇത് കൈമോശം വന്നു പോകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. എന്തെന്ന് വെച്ചാൽ കുഞ്ഞിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാലയാണത്. അത് ആ കുടുംബത്തിന് എത്രത്തോളം മനസ്സമാധാനം കളഞ്ഞു എന്നുള്ളത് നമുക്ക് ഓരോ വീഡിയോയിലും സ്വാതി പറയുമ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സ്റ്റാഫുകളോട് പറയുന്നുണ്ട് ആ റൂം പൂട്ടിത്താന്ന് പറയുന്നുണ്ട്. പക്ഷേ അതവർ അത് ചെയ്യാഞ്ഞതിൻ്റെ ആ പൂട്ടി കൊടുക്കാഞ്ഞതിൻ്റെ വിഷമമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ദയവ് ചെയ്ത് ആ എടുത്തവർ കൊണ്ടു കൊടുക്കുക. നമുക്കതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാവില്ല എന്ന് ചിന്തിക്കണം. അത് എത്രത്തോളം നഷ്ടം ഉണ്ടാവുമോ അതേ ഉണ്ടാവുള്ളൂ. അത് ആ ഒരു സ്വർണം വെച്ചിട്ട്, ആ സ്വർണം എന്നല്ല പറയാം, അതിന് അവൻ്റെ ഒരു വല്ലാത്ത അറ്റാച്ച്മെൻ്റ് അവർ ആ ഒരു മാലയായിട്ട് കണ്ണമോന്. ദയവ് ചെയ്ത് അത് കൊടുക്കുക. കേരള പോലീസ് എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി കൊടുക്കുക. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയും വേഗം മോൻ്റെ കഴുത്തിൽ ആ മാല കാണണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് പറയാം. കണ്ണമ്മോൻ്റെ മാല നഷ്ടപ്പെട്ടത് ഞാൻ അറിയുന്ന സ്വാധീന സ്റ്റാറ്റസിലൂടെയാണ്. അത് കേട്ടത് മുതൽ ഏറ്റവും നമ്മളെ പ്രാർത്ഥന, നമുക്ക് വേണ്ട പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടെ വേദനയോടെ തന്നെ അതിന് പ്രാർത്ഥിക്കുക. അതെടുത്ത ആരാണെങ്കിലും അതിൻ്റെ പേരിൽ നമ്മൾ പിന്നീട് ഒരു കേസോ കാര്യത്തിനൊന്നും വരാനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ കണ്ണൻ്റെ എന്ത് സംഗതിയാണ് എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന നിഷ്കളങ്കമായ ആ മുഖത്തോടുകൂടി ചിരിക്കുന്ന കണ്ണൻ്റെ ഗോൾഡ് എടുത്ത ആരാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും അത് തിരിച്ചെത്തിക്കാൻ നോക്കുക. നിങ്ങളെ മുഖം ഒന്നും ആരും പുറത്തൊന്നും ആക്കൂല. കാരണം ഒരുപാട് മലയാളികളുടെ പ്രിയപ്പെട്ട മോനാത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നിനും നിങ്ങളത് ഉപകരിക്കില്ല. ആ ഗോൾഡ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്തോ അത് നിങ്ങൾക്ക് അതൊരിക്കലും ഇരട്ടി നിങ്ങൾക്ക് ചിലവാകുന്നല്ലാതെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരത്തിനെത്തൂല. ഞാനൊക്കെ എൻ്റെ കണ്ണനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇതുവരെ കാണാൻ പോകാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ പോലും എന്തെങ്കിലും അസുഖം കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നു പോകുന്നുള്ള അതുകൊണ്ട് മാറി നിന്നാ. കണ്ണൻ്റെ ഗോൾഡ് നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞത് മുതൽ ഇത്രയും ജനങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരാളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണെങ്കിൽ സൂക്ഷിച്ചോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരത്തിനെത്തൂല. ഞാൻ ഇന്ന് വരെ ഞാൻ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ പരിശുദ്ധ ഉംറ ചെയ്യുന്ന സ്ഥലത്താണുള്ളത്. ഞാൻ ഇപ്പോൾ പോലും അവർക്ക് മെസ്സേജ് അയച്ചെന്താ എൻ്റെ കാര്യങ്ങളും നിങ്ങൾ പ്രാർത്ഥനയിൽ മറന്നാലും ഉൾപ്പെടുത്തിയില്ല സാറില്ലേ. കണ്ണൻ്റെ പ്രാർത്ഥന, കണ്ണൻ്റെ ഗോൾഡ് എവിടെയാണോ ഉള്ളത്, ഏത് കൈകളിലാണോ ഉള്ളത് അത് തിരിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയൊന്നും വെറുതെ ആവില്ല. കണ്ണൻ്റെ ആ ചിരിച്ചു നിൽക്കുന്ന മുഖം ഒന്ന് നോക്കിയാൽ മതി. അതിന് പിന്നിൽ കണ്ണൻ ഏത് നേരവും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നോക്കുന്ന കണ്ണൻ്റെ അമ്മേനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വീട്ടിൽ കുട്ടികളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവും. സൂക്ഷിക്കാമെന്നല്ലാതെ വേറെ ഒന്നും പറയില്ല. നിങ്ങൾ ഈ ഗോൾഡ് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ അതെങ്ങനെ ഉപകരിച്ചാലും നിങ്ങൾക്കത് ഉപകാരത്തിന് എത്തുകയില്ല. ഒരു കാലത്ത് നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടുകയില്ല. താൽക്കാലികമായ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമായിരിക്കും, പക്ഷെ അതൊന്നും ശാശ്വതമല്ല. ഏതെങ്കിലും ഒരാളുടെ പ്രാർത്ഥനയുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. കണ്ണമോനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരമ്മയാണ് ഞാൻ.
നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. കണ്ണമ്മോൻ്റെ മാല കഴിഞ്ഞ ദിവസം ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വെച്ച് മോഷണം പോയവർ. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല സഹകരണം കിട്ടുന്നുണ്ട്. എങ്കിൽ കൂടി ഈ വീഡിയോ ആ മാല എടുത്ത് ആരായാലും അവർ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ മാല തിരിച്ചു കൊടുക്കണം പ്ലീസ്. കേസും വഴക്കുകളും ഒന്നുമില്ലാണ്ട് പോകാൻ സ്വാതി തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാതിയുടെ അഡ്രസ്സിൽ ആ മാല ആരായാലും അത് തിരിച്ചു കൊടുക്കണം. കാരണം കണ്ണമ്മോനെയും സ്വാതിയെയും നേരിട്ടറിയാവുന്ന എല്ലാവർക്കും അറിയാം കണ്ണമ്മോൻ ആ മാല എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്. ആ മോൻ്റെ ജീവനാണത്. ദയവ് ചെയ്ത് നിങ്ങളത് തിരിച്ചു കൊടുക്കണം. ഒരപേക്ഷയാണ് പ്ലീസ്. ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനകളും ഒക്കെയുണ്ട് കണ്ണമ്മോൻ്റെ ആ മാല കിട്ടാൻ വേണ്ടി. എടുത്ത ആർക്കായാലും അതുകൊണ്ടൊരു ഗുണമുണ്ടാകില്ല. പക്ഷെ അത് കിട്ടിയാൽ കണ്ണമ്മോന് ഒരുപാട് സന്തോഷമാകും. അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് അത് തിരിച്ചു കൊടുക്കണം. ഞാൻ കണ്ണൻകുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരമ്മയാണ്. കണ്ണാപ്പിയുടെ മാല എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊടുക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവണം. അത് എടുത്തവർ ആരായാലും ഒരു കാലത്തും അത് അവർക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല, അവരുടെ തലമുറയ്ക്കും ഉണ്ടാവില്ല. അത്രമേൽ പ്രിയപ്പെട്ട ഒരു സാധനമാണ് എൻ്റെ കണ്ണൻകുട്ടിക്കത്. എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കിട്ടണമെന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. അത് എത്രയും പെട്ടെന്ന് പോലീസ് അത് കണ്ടെത്തി അതിൻ്റെ നടപടികൾ എടുക്കണമെന്ന് പറയുന്നു. കണ്ണമ്മോൻ്റെ മാല മോഷണം പോയ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ജൂബിലി ഹോസ്പിറ്റലിൽ കുഞ്ഞ് അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ റൂമിൽ നിന്നാണ് മാല മോഷണം പോയിരിക്കുന്നത്. കുഞ്ഞിന് അത്രയും പ്രിയപ്പെട്ട മാലയാണിത്. ആരെടുത്തിട്ടുണ്ടെങ്കിലും അത് ദയവായി തിരിച്ചു കൊടുക്കണമെന്ന് കണ്ണനെ അറിയുന്നവരും കണ്ണനെ സ്നേഹിക്കുന്നവരും എല്ലാവരും നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വയ്യാത്തൊരു കുഞ്ഞിൻ്റെ മാലയാണ്. ആരെടുത്തിട്ടുണ്ടെങ്കിലും ദയവായി അത് തിരിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണമ്മോൻ്റെ മാല ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് കാണാതായിട്ട് കുറേ ദിവസമായി. അത് ഇതുവരെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പോലീസ് നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എന്നാലും ഈ ഇത്രയും വയ്യാത്തൊരു മോൻ്റെ നിന്ന് ആ മാല എങ്ങനെ അവർക്ക് എടുക്കാൻ തോന്നിയെന്നുള്ളതാണ്. അവന് അത്രയേറെ പ്രിയപ്പെട്ട മാലയാണത്. അത് അറിയാവുന്നതാണ്. എപ്പോഴും മോൻ്റെ കഴുത്തിൽ ആ മാല കാണും. അവനതൊരു അറ്റാച്ച്മെൻ്റാണ് ആ മാലയുമായിട്ട്. അവൻ്റെ ആഭരണങ്ങളോടെല്ലാം അവന് അത്രയേറെ ഇഷ്ടമാണ്. അത് ഊരി മാറ്റുന്നത് അവന് ഇഷ്ടമല്ല. അതാണ് എപ്പോഴും അത് ഇട്ടേക്കുന്നത്. കുറേ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഞങ്ങൾ കണ്ടു. എന്നാലും അതിലൊന്നും കാര്യമാക്കണ്ട. പക്ഷേ എടുത്തവരെ നിങ്ങൾ പ്ലീസ് ദയവായി ആ കുഞ്ഞിൻ്റെ മാല തിരികെ കൊടുക്കൂ. പോലീസ് കണ്ടെത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എത്രയും പെട്ടെന്ന് അത് കണ്ടെത്താൻ സാധിക്കട്ടെ. ഞാൻ നന്ദകുമാരി, കണ്ണൻ്റെ ഗ്രൂപ്പിലെ അംഗമാണ്. ഇപ്പോൾ കണ്ണൻ്റെ ഗ്രൂപ്പ് നിർജീവമാണ്. മോൻ്റെ മാല ജൂബിലി മിഷൻ ആശുപത്രിയിലെ റൂമിൽ നിന്ന് മോഷണം പോയ സംഭവം ആ കുടുംബത്തെ ആകെ തളർത്തിയിരിക്കുകയാണ്. അവരുടെ ദുഃഖം ഞങ്ങളുടെയും കൂടിയാണ്. ഈ നീചമായ പ്രവൃത്തി ചെയ്തവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മാല അവന് തന്നെ തിരിച്ചു കിട്ടിയേ തീരൂ. അതിനുവേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഇത്തവണ കണ്ണമ്മോനെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ വളരെ ദുഃഖകരമായൊരു സംഭവമാണ് നടന്നത്. കുഞ്ഞിൻ്റെ മാല നഷ്ടപ്പെട്ടു. അവനെ സ്നേഹിക്കുന്നവർക്കറിയാം അവന് ആ മാല എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന്. സ്വാതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആരാണ് എന്താണ് ഇതിന് പിന്നിലെന്ന് ഒന്നും അറിയില്ല. എത്രയും പെട്ടെന്ന് കുഞ്ഞിന് ആ മാല കിട്ടട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. എൻ്റെ പേര് ഷീജ. എൻ്റെ സ്ഥലം കോട്ടയമാണ്. കണ്ണൻമോനെയും കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ആഴ്ച മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും അതേ തുടർന്ന് മോൻ്റെ മാല അവിടെ നിന്ന് മോഷണപ്പെടുകയും ചെയ്യുകയുണ്ടായി. സ്വാതി, കണ്ണൻ്റെ അമ്മ, ഹോസ്പിറ്റലിലും തുടർന്ന് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകുകയുണ്ടായി. പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. It is my humble request to the concerned police officers to find out the culprit and do the necessary action. ആ മാല എടുത്ത ആളോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ. ആ കുഞ്ഞിൻ്റെ മാല എടുത്തതിലൂടെ താങ്കളും കുടുംബവും എന്ത് സന്തോഷമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമല്ലാത്ത, അർഹതയില്ലാത്ത ഒരു സാധനം കൈക്കലാക്കി താങ്കളും കുടുംബവും ഇപ്പോൾ വളരെയധികം സന്തോഷത്തിൽ ആണ് ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ണൻ്റെയും കുടുംബത്തിൻ്റെയും മാനസികാവസ്ഥ താങ്കൾ ഊഹിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഉണ്ടെങ്കിൽ, താങ്കൾക്ക് അതിനുള്ള മനസ്സാക്ഷി ഉണ്ടെങ്കിൽ എത്രയും വേഗം ആ മാല അവർക്ക് തിരിച്ചു നൽകി ആ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും അവർക്ക് തിരിച്ചു നൽകണമെന്ന് താങ്കളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് സൂര്യപ്രസാദ്, എറണാകുളത്തു നിന്നാണ്. ഞങ്ങളുടെ
ഏറ്റവും പ്രിയപ്പെട്ട കണ്ണമ്മോൻ്റെ മാല തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്നും അവനെ അഡ്മിറ്റായ സമയത്ത് നഷ്ടപ്പെട്ട് പോയതാണ്. കഴിഞ്ഞ മാർച്ച് 23 നഷ്ടപ്പെട്ട മാല ഇതുവരെയായിട്ടും തിരിച്ചു കിട്ടിയിട്ടില്ല. കേസ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ദയവായി അത് എടുത്ത ആരാണേലും വളരെ ക്രൂരതയാണ് ആ കുഞ്ഞിനോട് ചെയ്തത്. വളരെ വലിയ ക്രൂരത തന്നെയാണത്. അന്നേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അത്ര വിഷമത്തിലാണ് ഞങ്ങൾ ഓരോ അമ്മമാരും ഇത്ര നാളും. ദയവ് ചെയ്ത് ആ കുഞ്ഞിൻ്റെ മാല ഒന്നെങ്കിൽ എടുത്തവർ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പോലീസ് അധികാരികൾ അത് തിരിച്ച് മേടിച്ചു കൊടുക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് ഞങ്ങളുടെ അപേക്ഷയാണ്. നമ്മളെ കണ്ണമ്മോൻ്റെ ആ മാല നഷ്ടപ്പെട്ട് നിങ്ങളാരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആഴ്ചയുള്ള ഇപ്പോൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മോൻ്റെ മാല നഷ്ടപ്പെട്ടിട്ട് ആരോ മോഷ്ടിച്ചതാണ്, അല്ലാണ്ട് പൊട്ടിച്ചിട്ട് തോന്നുന്നില്ല. പേഴ്സിൽ നിന്ന് പോയതാണ്. ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി മാല പേഴ്സിൽ വെച്ചപ്പോൾ പേഴ്സിൽ പോയതാണ് പറഞ്ഞത്. ഇപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ ആർക്കും അറിയില്ല. അങ്ങനെ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ഏറ്റവും കിട്ടിയിട്ടില്ല. പക്ഷേ ആർക്കാണ് ആ മാല കിട്ടിയതെന്ന് വെച്ചാൽ അവർ അത്രയും പെട്ടെന്ന് ആ ഫാമിലിനെ ഏൽപ്പിക്കണം. നമ്മൾ സാധാരണ മാല പോകണമല്ലോ, ആ കണ്ണമ്മൻ്റെ മാല. ആ വീഡിയോസ് ഈ മോൻ്റെ 20 വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവൻ ആ മാലയിൽ അടുത്ത ഒരു ദിവസം പോലും ഉണ്ടാവാറില്ല. സമ്മതിക്കില്ല, മാല വരാൻ സമ്മതിക്കാറില്ല. അങ്ങനെ ആ മാലയാണ് പോയിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊടുക്കണം. കിട്ടിയതായിരിക്കായാലും നിങ്ങൾക്ക് ഒരു കാലത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. നിങ്ങൾക്ക് നാശങ്ങളുണ്ടാവുള്ളൂ. ഒരു ഗതിയും പിടിക്കില്ല നിങ്ങൾ ആ മാലയിട്ട് ഉപയോഗിച്ചാൽ. എത്രയും പെട്ടെന്ന് അവരെ ഫാമിലിയിൽ എത്തിച്ചു കൊടുക്കുക. ഇപ്പോഴാകുമ്പോൾ ആരും അറിയില്ല. നിങ്ങൾ കൊണ്ടുകൊടുത്താലും അവർ സ്വീകരിച്ചോളും. അവരെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ. ഫോൺ നമ്പർ വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാലും മതി, കുഴപ്പമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്തിക്കുക. അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് അന്വേഷിച്ച് കിട്ടി കഴിഞ്ഞാൽ പിന്നെ മീഡിയയൊക്കെ അറിയും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ മാല അവനെ എത്തിക്കാൻ നോക്ക്. ശരിക്കുള്ള സൗഹൃദം എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്നതാണ്. നമ്മളുടെ സന്തോഷ നിമിഷങ്ങളിൽ മാത്രം നമ്മളുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾക്ക് നല്ല ബന്ധങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് മാത്രമാണ്. നമ്മളുടെ സങ്കടഘട്ടങ്ങളിൽ നമ്മളുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മൾ നല്ല ബന്ധങ്ങൾ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ വർഷങ്ങളൊരു 4-5 വർഷമായിട്ട് എൻ്റെ ഏറ്റവും നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളിൽ ഓരോരുത്തരുമാണ്. എൻ്റെ വീട്ടുകാർ, ഇപ്പോൾ അച്ഛൻ, അമ്മ, അങ്ങനെയുള്ള ബന്ധങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നുമല്ല എനിക്ക് എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ, എല്ലാവരുടെയും വിചാരം സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് മൂലം കുറേ ലൈക്ക്, കമൻറ്റ്, ഡോളർ, റീച്ച് ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നാണ്. അതൊക്കെ ഒരു ഭാഗത്തു കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വലുതായിട്ട് എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരും ചിലപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സായിട്ടൊരു നേരിട്ട് കോണ്ടാക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവരൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാൻ ചിലപ്പോൾ കമൻസിന് റിപ്ലൈ തരുന്നില്ലായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു ബന്ധങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമുള്ള നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും അല്ലേ. അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു പിടി നല്ല ആളുകൾ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ധൈര്യമാണ് അത്. അതെൻ്റെ രക്തബന്ധത്തിലുള്ള ആരുമല്ല, എൻ്റെ ഒരു ബന്ധത്തിലുള്ള ആളുകളും അല്ല, എവിടെയോ കിടക്കുന്ന ആളുകളാണ്. ഇപ്പോൾ കണ്ടില്ലേ, സിംഗപ്പൂരിൽ നിന്ന് തന്നെ ഒരു ചേച്ചി, ഭയങ്കര അടുപ്പാണ് കേട്ടോ രമ്യ ചേച്ചിയൊക്കെ ആയിട്ട്. ആളുടെ അനിയത്തിയാണെന്നാണ് ആൾ പറയുക. അപ്പോൾ അത്രയും ഒരു എൻ്റെ ശരിക്കുള്ള സിസ്റ്റേഴ്സിനും ചിലപ്പോൾ എന്നെ ഇത്രയും മനസ്സിലാക്കുന്നുണ്ടാവില്ല അവരൊന്നും. നമ്മളങ്ങനെ അധികം കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കും എന്നല്ലാതെ അങ്ങനെ എന്നും ഒരു മെസ്സേജ് അയച്ച്. ഇപ്പോൾ ഈ ചേച്ചിയൊക്കെ, സിംഗപ്പൂരുള്ള ഈ ചേച്ചിയൊക്കെ ഡെയിലി കാണാം. ഞങ്ങൾക്ക് ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ട്. ചേച്ചി തമിഴൊക്കെയാണ്, പക്ഷേ മലയാളമാണ്. അങ്ങനെ ലാംഗ്വേജ് ഇഷ്യൂ. അപ്പോൾ ഈ സ്നേഹത്തിന് നമ്മളുടെ ഭാഷയോ സംസ്കാരമോ ഒന്നും വലുതല്ല. അതൊന്നുമല്ല അവിടെ. അതിൽ ഭാഷയൊന്നും വേണ്ട. നമ്മൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അത് ഉള്ളിൽ സ്നേഹം ഉണ്ടായാൽ മാത്രം മതിയെന്ന് തെളിയിച്ച കുറേ ആളുകൾ നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് വിചാരിക്കുക, നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്നതുകൊണ്ട് ഈ റീച്ചും ഡോളറും ലൈക്കും കമൻറ്റും ഒന്നും മാത്രമല്ല, ഒരുപാട് നമ്മൾക്ക് നല്ല ബന്ധങ്ങളും കൂടെ നമ്മളുടെ കൂടെ ഉണ്ട്. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ തകർച്ചയിലാണ് ഇവരെല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ചറക്കുന്നത് പോലെ എൻ്റെ അടുത്തേക്ക് വരിക. ഞാൻ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് അവർക്ക് സമാധാനമാണ്. സ്വാതി ഹാപ്പി ആണല്ലോ, ഓക്കെ. അവർ ചിലപ്പോൾ വലിയൊരു കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം കേട്ട് കഴിഞ്ഞവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പറന്നു വരാറുണ്ടെന്ന് പറയണത് പോലെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ചെറിയ വിഷമമുണ്ട്. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുക. പ്രാർത്ഥന കൂടിയേ തീരൂ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ അറിയാതെ ഒരല്ല പോലെ അനങ്ങില്ല എന്നല്ലേ നമ്മളൊക്കെ പറയുക.
നമുക്കറിയില്ല ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടോയെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ പല ജീവിത സാഹചര്യങ്ങളിൽ ഈശ്വരൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈശ്വരൻ എന്ന് പറയുന്ന എന്തോ ഒരു ശക്തി എവിടെയോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നതിന് ഈ മോഷ്ടിച്ച ഒരാൾക്ക് ഒരു സമാധാനം എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ. കണ്ണൻകുട്ടി ഇവിടെ ഉണ്ട്, അവനൊന്നും ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോസിലൊന്നും കാണിക്കാത്തത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.